എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. ഇന്ന് പുതിയൊരു വീഡിയോ സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ വീഡിയോ സീരീസിൻ്റെ പേര് ഇസ്ലാമിലെ ഫത്വകൾ. ഓരോ വിഷയത്തിലും ഇസ്ലാമിക പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള ഫത്വകൾ പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ ഉദ്ദേശം. ഈ സീരീസ് വിശ്വാസികൾക്കും ഉപകാരപ്പെടും. അപ്പം ഈ ചാനൽ ഫോളോ ചെയ്യാത്ത വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് ചില ഫത്വകൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാമല്ലോ. അപ്പം വിശ്വാസികളും ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോ. നല്ല ഫത്വ, കൊള്ളാവുന്ന ഫത്വയൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഈ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചില ഫത്വകളൊക്കെ തല്ല് കിട്ടുന്ന ഫത്വകൾ ഉണ്ടാവാം. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കുക. പക്ഷേ എന്നാലും ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഇന്ന് ഈ ഒരു സീരീസിലെ ആദ്യത്തെ ഫത്വയായിട്ട് എടുക്കുന്നത് നമ്മുടെ ഒരു പുസ്തകമുണ്ട്, മലയാളത്തിൽ ഇറങ്ങിയൊരു പുസ്തകമാണ്. മുസ്ലിം സ്ത്രീകളും സലഫി ഫത്വകളും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. സൗദി അറേബ്യയിലുള്ള സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കുറച്ച് ഫത്വകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് സ്ത്രീകളുടെ ടാക്സി യാത്ര. അതിനെക്കുറിച്ചുള്ളൊരു ഫത്വയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫത്വയ്ക്ക് ആധാരമായിട്ടുള്ള ചോദ്യം: മഹറമില്ലാതെ ഏകയായി സ്ത്രീകൾക്ക് ടാക്സി വാഹനങ്ങളിൽ യാത്ര ചെയ്യാമോ? ഇതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതായത് ഒരു സ്ത്രീക്ക് മഹറമില്ലാതെ, മഹറം എന്ന് പറഞ്ഞാൽ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ, ബ്രദർ, ഫാദർ, അങ്ങനത്തെ പുരുഷന്മാരായി ഇല്ലാതെ ഒരു സ്ത്രീക്ക് ടാക്സി യാത്ര ചെയ്യാമോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ടാക്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നാട്ടിൽ ഉള്ള ഓട്ടോയും ഒക്കെ അതിൽ വരും. അതായത് ഒരു സ്ത്രീക്ക്, നിങ്ങളുടെ വീട്ടിലൊരു സ്ത്രീക്ക് പുരുഷന്മാരില്ലാതെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇന്ന് ടൗണിലോ അല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ വല്ല മോളിലേക്കോ ഈവൻ ഒന്ന് ഡോക്ടറെ അടുത്തേക്കോ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതിന് ആൻസർ കൊടുക്കുന്നത് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അഷെയ്ഖാണ്. വലിയ ഷെയ്ഖാണ്. 53 മുതൽ 69 വരെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഷെയ്ഖ്. 2 ഷെയ്ഖ് ഉണ്ട്, മുമ്പിലും ബാക്കിലും. ഓക്കെ, അതിന് ഉത്തരം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഡ്രൈവർ ഒന്നിച്ച് സ്ത്രീ ഏകയായി യാത്ര ചെയ്യുന്നതിൽ നിരവധി ശർഈ വിരുദ്ധ കാര്യങ്ങൾ വന്നു ചേരാനിടയുണ്ട്. സൂക്ഷിക്കണം എല്ലാവരും. ഇനി അടുത്ത് പറയുന്നത്, അതിൻ്റെ ബാക്കി ഇങ്ങനെയാണ്: തൻ്റെ നിയന്ത്രണത്തിന് പരിധിയിലുള്ള സ്ത്രീകൾ. തൻ്റെ നിയന്ത്രണത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ അടിമകൾ വല്ലതും ആണോ? അടിമകളെല്ലാം തോന്നുന്നു. ഭാര്യമാരെക്കുറിച്ചോ പെങ്ങന്മാരെക്കുറിച്ചൊക്കെ ആയിരിക്കും. ഓക്കെ, തൻ്റെ നിയന്ത്രണ പരിധിയിലുള്ള സ്ത്രീകൾ ഇങ്ങനെ ഏകാന്ത യാത്ര ചെയ്യുന്നതിന് വിരോധമില്ലാത്തവൻ. കൊള്ളാം. അതായത് ഇങ്ങനെ സ്ത്രീകളെ നിയന്ത്രണത്തിൻ്റെ പരിധിയിലൊന്നും വെക്കാതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വിടുന്ന പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. അവനെന്താണ്? ദീൻ ദുർബലമായവനും പുരുഷത്വം ഇല്ലാത്തവനുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൊള്ളാം. നല്ലൊരു ഒപ്പീനിയനായിട്ട് നമുക്ക് എടുത്തുകൂടാ അല്ലേ? അതായത് സ്ത്രീകളെ അങ്ങനെ സ്വന്തമായിട്ട് ടാക്സിയിലൊക്കെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് പോകാനൊക്കെ അനുവദിക്കുന്ന പുരുഷൻ ആരാണ്? ദീൻ ദുർബലമായവനും പുരുഷത്വം ഇല്ലാത്തവനാണ്. ഏതായാലും നല്ലൊരു ഒപ്പീനിയനായിട്ട് എടുത്തൂടെ അല്ലേ? എല്ലാവർക്കും വിശ്വാസികളൊക്കെ കേൾക്കുകയാണെങ്കിൽ ഒരു ഹരം കിട്ടും. ഒരിടത്ത് സ്ത്രീയും പുരുഷനും തനിച്ചായാൽ അവിടെ മൂന്നാമനായി പിശാച് ഉണ്ടാകുമെന്ന നബിവചനം നാം സഗൗരവം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് 2 ആളുണ്ടാകുമ്പോൾ അവിടെ മൂന്നാമതൊരാളും കൂടെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പേടിക്കൊന്നും വേണ്ട, പിശാച് ഉണ്ടാവും. 2 ആളുണ്ടാകുമ്പോൾ മൂന്നാമത് കമ്പനിക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു വീട്ടിലോ റൂമിലോ തനിച്ചാകുന്നതിനേക്കാൾ അപകടകരമാണ് വാഹനത്തിൽ തനിച്ചാവുക എന്നത്. കാരണം അവൻ അവളെ ബലാത്കാരമായും അല്ലാതെയും ഇഷ്ടമുള്ള ഇടത്തേക്കെല്ലാം കൊണ്ടുപോകാൻ കഴിയുമല്ലോ. സീരിയസ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. എന്നിട്ട് പറയുകയാണെന്ത്? സ്ത്രീകൾ നിമിത്തമുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഇന്ന് നമുക്കൊന്നും അവ്യക്തമല്ലല്ലോ. അതെ, ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു: റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെക്കാൾ വലിയ നാശത്തെയും എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ കാണുന്നില്ല. വളരെ ഒരു ഫെമിനിസ്റ്റിക് അപ്രോച്ചാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിട്ടുള്ളത്. എന്താണ്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെക്കാൾ വലിയ നാശത്തെയും എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ കാണുന്നില്ല. വലിയ നാശമാണ് സ്ത്രീകൾ. ഇങ്ങനെയാണ് ജനറേഷൻ ഉണ്ടാവുന്നതെന്ന് അറിയില്ല, എന്നാലും സ്ത്രീകളെ ഇങ്ങനെയാണ് കാണുന്നത്. ഫുൾ പ്രോബ്ലമാണ് സ്ത്രീകൾ എന്നാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൽ അഭിമാനബോധമുള്ള സ്ത്രീകൾ ഇതിനെങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു ഫത്വയായിട്ട് നമുക്ക് എടുത്തൂടെ? ഓക്കെ, സ്ത്രീ ഫുൾ പ്രോബ്ലമാണ്.
അതിൻ്റെ ബാക്കി ഇങ്ങനെയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, റസൂൽ അവിടെ നിർത്തിയിട്ടില്ല, വീണ്ടും തുടരുകയാണ്. സ്ത്രീകളെയും ദുനിയാവിനെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ദുനിയാവിനെ ഒന്ന് ശ്രദ്ധിക്കണം, സ്ത്രീകളെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊക്കെ പുരുഷന്മാരോടാട്ടോ പറയണം. കാരണം ബനു ഇസ്രായേലിലെ പ്രഥമ നാശം സ്ത്രീകൾ മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. ബനു ഇസ്രായേൽ നശിച്ചു പോകാനുള്ള കാരണം സ്ത്രീകളാണ്. ഓക്കെ, ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം മഹറമില്ലാതെ സ്ത്രീ ഏകയായി വാടക വാഹനത്തിൽ കയറുന്നത് ശക്തമായി വിരോധിക്കേണ്ടതുണ്ട്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് ഫൈൻ ചുമത്തുകയോ അല്ലെങ്കിൽ മറ്റു ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയോ വേണ്ടതുണ്ട്. എന്നിട്ട് ആ പുസ്തകത്തിൻ്റെ റെഫറൻസ്, ഈ ഫത്വേൻ്റെ പുസ്തകത്തിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഫത്താവ റസായിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം, ഭാഗം 10, പേജ് 52-54. ഇത് ഇസ്ലാമിലെ ഒരു സ്ത്രീക്ക് ഒരു ഓട്ടോ പിടിച്ച് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസറാണ് അനുവാദമില്ല. ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ അനുവാദമില്ല സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇസ്ലാമിൽ. ഇങ്ങനെയുണ്ട്, നല്ല ഫത്വയല്ലേ? ഇതുപോലെ ഫത്വകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സൂപ്പർ ഫത്വയാണെന്ന് എല്ലാവർക്കും വിശ്വാസികൾക്കൊക്കെ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഫത്വയായിട്ടാണ് അത് കാണുന്നുണ്ടാവുക അല്ലേ? സ്ത്രീ വിമോചനത്തിൻ്റെ വിപ്ലവ ഫത്വയാണത്. ഇസ്ലാമിൽ സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇസ്ലാം ഒരു കാലഹരണപ്പെട്ട, ഇനി വിശ്വാസികൾക്ക് വേണമെങ്കിൽ പോവാം, കാരണം ഞാനൊരു വേറെ സാധനം പറയാൻ പോകുന്നത്. ഇസ്ലാം ഒരു കാലഹരണപ്പെട്ട മതമാണെന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. മുസ്ലിമിന് പോലും ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാധനമാണ്. ഇന്ന് കേരളത്തിലൊക്കെ ഉള്ള മുസ്ലിം സ്ത്രീകളോട് പറയാം, നിങ്ങളൊരു ഓട്ടോ വിളിച്ചു പോലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോലും പോകാനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു സാധനം മേടിക്കാനോ ടൗണിൽ എന്തെങ്കിലും ഒന്ന് മേടിക്കാനോ ഒന്നും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം അപ്പുറത്ത് മുമ്പിലിരിക്കുന്നത് അന്യപുരുഷനാണ്. അതുകൊണ്ട് അങ്ങനെ യാത്ര നിഷിദ്ധം, നിരോധനം. ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ ഫൈൻ അടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഇത്ര മാനവികമായിട്ടുള്ള സ്ത്രീപക്ഷ ഫത്വയാണെന്ന് ഓർക്കണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഫത്വയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഫത്വ? ഇത് സ്ത്രീപക്ഷമാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് വിശ്വാസികൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫത്വനെ കാണുന്നത്? ഈ ഫത്വ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഫത്വ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ? അഭിമാനബോധമുള്ള ഒരു സ്ത്രീക്ക് ഈ ഫത്വയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ അംഗീകരിക്കാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് നമ്മൾ ചില ചിന്തകൾ വരുന്നത്. എന്താണ്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുസ്ലിമായെന്ന് കൂട്ടുക. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുസ്ലിമായി, എന്നിട്ട് ഇസ്ലാമിലുള്ള ഒരു എല്ലാവരും കൂടെ സലഫികളുമായി എന്ന് കൂട്ടിക്കുക. അപ്പോഴും ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അതാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ. അതുപോലുള്ള അത് തെളിയിക്കുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഫത്വ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ആലോചിക്കുക, വിശ്വാസികൾ ആലോചിക്കുക, ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ് പല രാജ്യങ്ങളിലും ഇസ്ലാമിക സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇതുപോലുള്ള പണ്ഡിതന്മാർ. അടുത്തൊരു ഫത്വയുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.